സ്കാർഫ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു തളർന്ന് കിടക്കുന്ന മെറ്റീരിയലാണ്. നിങ്ങളുടെ കയ്യിൽ യൂസ് ചെയ്യാത്ത സാരിയോ ഷോളോ ഉണ്ടെങ്കിൽ അതിനെ അപ്സൈക്കിൾ ചെയ്തിട്ട് നമുക്ക് സ്കാർഫ് ആക്കാം. ഞാനിപ്പോൾ ഒരു ഓൾഡ് സാരിയിൽ നിന്ന് ഒരു പീസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈക്വൽ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ആയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അതായത് എല്ലാ സൈഡും സെയിം മെഷർമെൻ്റ് ആയിരിക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓരോ സൈഡും 36 ഇഞ്ച് വീതമാണ്. സ്കാർഫിന് കൂടുതൽ ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈഡെല്ലാം കൂട്ടിയെടുക്കാം. ഇനി കുറവ് മതിയെങ്കിൽ മെഷർമെൻറ്റ്സ് ഒക്കെ കുറച്ചെടുക്കാം. അപ്പോൾ കളറൊക്കെ നിങ്ങളുടെ ഔട്ട്ഫിറ്റ് അനുസരിച്ച് ചൂസ് ചെയ്യാം. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4 സൈഡും നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സൂചി നൂല് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ, പക്ഷേ അത് ഒരുപാട് സമയം എടുക്കും. ഇനി പുറത്ത് കൊടുത്തിട്ട് നമ്മൾ ഇൻ്റർലോക്ക് ചെയ്യിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇനി നമുക്ക് സ്കാർഫിൻ്റെ സൈഡിലൊക്കെ ഹാങ് ചെയ്യാനുള്ള ടാസിൽസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ടാസിൽസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു സിൽക്ക് ത്രെഡും പിന്നെ ഒരു ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസും. അപ്പോൾ സിൽക്ക് ത്രെഡ് എടുത്തിട്ട് കാർഡ്ബോർഡ് പീസിൽ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ നന്നായിട്ട് ചുറ്റി കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചുറ്റി കൊടുത്ത സിൽക്ക് ത്രെഡില്ലേ, അതിൻ്റെ ഒരു എൻഡ് വേറൊരു നൂലെടുത്തിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇനി നമ്മളത് പതുക്കെ കാർഡ്ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് മറ്റേ എൻഡിൻ്റെ അത് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ടാസൽസിൻ്റെ ഒരു എൻഡ് ഒരു നൂല് ഉപയോഗിച്ചിട്ട് ടൈ ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ടാസിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ 2 എണ്ണം കൂടി നമുക്ക് ചെയ്തെടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ക്ലോത്തിൻ്റെ 4 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോർണർ ടു കോർണറായിട്ട് മടക്കാം. ഇനി നമുക്ക് ടാസിൽസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 കോർണറിൽ മാത്രമേ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ വെച്ച് കൊടുക്കാം, അത് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. ഇപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് 3 എണ്ണം മാത്രമേ വെക്കുന്നുള്ളൂ. ഒരു സൂചി നൂല് ഉപയോഗിച്ചിട്ട് കാണാത്ത വിധത്തിൽ നല്ല നീറ്റായിട്ട് ടാസിൽസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. താഴത്തെ കോർണറിൽ ടാസിൽസ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 2 ലെയർ വരുന്നുണ്ട് ക്ലോത്ത്. അപ്പോൾ മേലത്തെ ലെയറിൽ മാത്രം ടാസിൽസ് അറ്റാച്ച് ചെയ്യാം. നമ്മൾ സ്കാർഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ സ്കാർഫ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരേപോലത്തെ 2 പീസ് ക്ലോത്താണ്. ഓരോ സൈഡും ഇതിൻ്റെ 20 ഇഞ്ച് വീതം നീളം വീതിയുണ്ട്. ഒരു പഴയ സാരിയുടെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇന്നത് നമ്മൾ സ്കാർഫിൽ അറ്റാച്ച് ചെയ്യാൻ പോകുന്ന ലോക്കറ്റ്. ഞാനത് പഴയൊരു മാലയിൽ നിന്ന് എടുത്തതാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ക്ലോത്തില്ലേ, അതിൻ്റെ 4 വശവും നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ല വശം തിരിച്ചിട്ടിട്ട് ഈ ലോക്കറ്റ് ഇങ്ങനെ താഴെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഈ 2 കോർണറിലായിട്ട് വേണം അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. ലോക്കറ്റ് പിടിപ്പിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോർണറിലായിട്ട് നമുക്ക് ടാസൽസ് വെക്കണം. സൂചി നൂല് ഉപയോഗിച്ചിട്ട് കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ലോക്കറ്റും പിന്നെ 2 ഓപ്പോസിറ്റ് സൈഡിൽ ടാസൽസും ഞാനിവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ സ്കാർഫ് ഇവിടെ റെഡിയായി. ഇനി എങ്ങനെയാണ് അത് ഇടണ്ടേന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സ്കാർഫ് ഉണ്ടാക്കി നോക്കാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ, ടേക്ക് കെയർ.